ഇപ്പോൾ കേരള സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് UDF സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായ സൗജന്യ KSRTC യാത്രയെക്കുറിച്ചാണ്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ ഈ സൗജന്യ ടിക്കറ്റ് വിതരണം എങ്ങനെ KSRTCക്ക് അനുകൂലമാക്കാം എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയത്. ഇത് സൗജന്യ യാത്രയാണെങ്കിൽ പോലും പദ്ധതിയിലൂടെ KSRTC കോടികളുടെ ലാഭം കൊയ്യുമെന്നാണ് കണക്കുകൂട്ടുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ ടിക്കറ്റ് നൽകിക്കൊണ്ട് എങ്ങനെയാണ് KSRTC ലാഭത്തിലേക്ക് എത്താൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. KSRTC ഇപ്പോൾ തന്നെ വലിയ കടത്തിലാണ്. അപ്പോൾ ഇതൊരു വലിയ നഷ്ടക്കച്ചവടമല്ലേ? ആ ചോദ്യം തന്നെ തെറ്റാണ്. ഒരു ബിസിനസ് കണ്ണിലൂടെ നോക്കിയാൽ ആ സൗജന്യ ടിക്കറ്റ് ഗവൺമെന്റിന് മുന്നിൽ തുറന്നിടുന്ന വലിയൊരു അവസരം നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, പാവപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം ഈ ആനുകൂല്യം കൊടുത്താൽ പോരെ എന്ന ചോദ്യത്തിനും ഇന്ന് നമുക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്താം. ഈ സൗജന്യ ബസ് പദ്ധതി കൃത്യമായ പ്ലാനിങ്ങോടെ നടപ്പിലാക്കിയാൽ അതൊരു വെറുതെ കളയുന്ന പണമോ വലിയൊരു ബാധ്യതയോ ആകില്ല. പകരം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പുതിയ ഉപഭോക്താക്കളെ നേടാനുള്ള വഴിയായി ഇത് മാറും. KSRTCക്ക് ചുറ്റും ഒരു പുതിയ സാമ്പത്തിക മേഖല തന്നെ കെട്ടിപ്പടുക്കാൻ ഇതിലൂടെ സാധിക്കും. സൗജന്യമായി ടിക്കറ്റ് കൊടുക്കുക എന്നുവെച്ചാൽ കിട്ടേണ്ട വരുമാനം നഷ്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം. ബസ്സിൽ കയറുന്ന സ്ത്രീകൾ പണം നൽകാത്തതുകൊണ്ട് അത്രയും തുക KSRTCക്ക് വലിയ നഷ്ടമാണ്. ഭൂരിഭാഗം ആളുകളും ചർച്ചകളിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടാണ്. ഈ വാദത്തെ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ ഈ സൗജന്യ ടിക്കറ്റ് വഴി KSRTCക്കും സർക്കാരിനും എല്ലാ ദിവസവും കൃത്യമായി ഒപ്പമുണ്ടാകുന്ന വലിയൊരു യാത്രാക്കൂട്ടത്തെ ലഭിക്കുകയാണ്. ആ മൂല്യത്തെ എങ്ങനെ പണമാക്കി മാറ്റാം? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം. ലോകത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ലാഭത്തിലോടുന്ന ഒരു പൊതുഗതാഗത കമ്പനി ഇതേ തത്വം വെച്ചാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഹോങ്കോങ്ങിലെ MTR. അവരുടെ മെട്രോ ട്രെയിൻ സിസ്റ്റം നടന്നു പോകുന്നത് ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടല്ല. അവരുടെ ആകെ വരുമാനത്തിന്റെ പകുതിയിലധികവും വരുന്നത് യാത്രാക്കൂലിയിൽ നിന്നല്ല, മറിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലെ പ്രോപ്പർട്ടി, കടകൾ, പരസ്യങ്ങൾ എന്നിവയിൽ നിന്നാണ്. ട്രെയിനുകൾ കൃത്യസമയത്ത് ഓടുന്നു. യാത്രക്കാരിൽ നിന്ന് അമിതമായി പണം ഈടാക്കാതെ തന്നെ അവർ വൻ ലാഭമുണ്ടാക്കുന്നു. അവർ വെറുമൊരു ടിക്കറ്റ് വിൽക്കുന്ന കമ്പനിയല്ല. എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ സ്ഥിരമായി തങ്ങളുടെ സ്റ്റേഷനുകളിൽ വരുമെന്ന ഒരൊറ്റ ഉറപ്പാണ് അവരുടെ ആസ്തി. ആ ജനക്കൂട്ടത്തെ അവർ ബിസിനസ്സാക്കി മാറ്റുന്നു, അത്രമാത്രം. അയൽ സംസ്ഥാനമായ കർണാടകയുടെ കാര്യത്തിലേക്ക് കടന്നാൽ അവിടെ KSRTC സൗജന്യ ടിക്കറ്റ് നൽകുമ്പോൾ പകരം വാങ്ങുന്നത് ഒരു വലിയ ജനക്കൂട്ടത്തെയാണ്. ഈ പദ്ധതി വന്നതിന് ശേഷം ബംഗളൂരുവിലെ പ്രധാന ബിസിനസ് മേഖലകളിൽ ബസ്സിൽ ഇപ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഉള്ളത്. ഇത് പദ്ധതി തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു താൽക്കാലിക തരംഗം മാത്രമായിരുന്നില്ല. ആദ്യത്തെ 6 മാസത്തെ വൻ തിരക്കിന് ശേഷവും ഈ യാത്രക്കാരുടെ എണ്ണം ഒട്ടും കുറയാതെ സ്ഥിരമായി മുന്നോട്ടുപോയി. കേരളത്തിലെ KSRTCക്കും കിട്ടാൻ പോകുന്നത് ഏറ്റവും വിശ്വസ്തരായ, ഒരേ റൂട്ടിൽ ഒരേ സമയത്ത് എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഉപഭോക്താക്കളെയാണ്. ഒരു പരസ്യ കമ്പനിക്കോ ബിസിനസിനോ ഇതിലും വലിയൊരു സ്വപ്ന അവസരം വേറെ കിട്ടാനില്ല. കർണാടകയിൽ 26,000 സ്ത്രീകളിൽ നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് പദ്ധതി വന്ന് ആദ്യ വർഷത്തിൽ തന്നെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 25.3% നിന്ന് 30.2% ഉയർന്നു. അത് മാത്രമല്ല, 57% സ്ത്രീകളും പറഞ്ഞത് തങ്ങൾക്ക് ജോലി സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യം വളരെ മെച്ചപ്പെട്ടു എന്നാണ്. ഒരു മാസം 10,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് യാത്രാക്കൂലി ഇനത്തിൽ 1,500 രൂപ ലാഭിക്കാൻ കഴിഞ്ഞാൽ അത് അവർക്ക് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു 15% ശമ്പള വർധനവിന് തുല്യമാണ്. ഇത് കൂടുതൽ സ്ത്രീകളെ ജോലിക്കിറങ്ങാൻ പ്രേരിപ്പിക്കും. കൂടുതൽ ആളുകൾ പണമുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അവർ അത് വിപണിയിൽ ചിലവഴിക്കും. അങ്ങനെ സമ്പദ് വ്യവസ്ഥ ഉണരും. ഈ സൗജന്യ ടിക്കറ്റിന് വരുമാന പരിധി ഇല്ലാത്തതുകൊണ്ട് പണക്കാരായ സ്ത്രീകളും വലിയ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ ശേഷിയുള്ള ആളുകളും ബസ്സുകളിലേക്ക് ആകർഷിക്കപ്പെടും. ഫ്രീ ടിക്കറ്റിന്റെ ലാഭം നോക്കി അവരും ബസ് യാത്ര തിരഞ്ഞെടുക്കും. ഇവർ KSRTCയുടെ ബിസിനസ് വളർത്താൻ സഹായിക്കുന്ന വളരെ മൂല്യമുള്ള ഉപഭോക്താക്കളായി മാറും. ചുരുക്കത്തിൽ ഈ സൗജന്യ ടിക്കറ്റ് വഴി സർക്കാരിന് 3 പ്രധാന ആസ്തികളാണ് ലഭിക്കുന്നത്. 1. കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം. 2. പുതിയ തൊഴിലാളികൾ, പുതിയ വരുമാനം,
പുതിയ ചെലവഴിക്കലുകൾ. 3. ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള വലിയൊരു വിഭാഗം ഉപഭോക്താക്കൾ. ഇത് മൂന്നും കൃത്യമായി പണമാക്കി മാറ്റാൻ സാധിക്കുന്ന വലിയ ആസ്തികളാണ്. നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ വെറും ബസ് വന്നു പോകുന്ന സ്ഥലങ്ങൾ മാത്രമല്ല, അവയെ ചെറിയ മാളുകളാക്കി മാറ്റാം. ദിവസവും ആയിരക്കണക്കിന് സ്ത്രീകളാണ് ബസ് കാത്ത് സ്റ്റാൻഡുകളിൽ നിൽക്കുന്നത്. ഈ ജനത്തിരക്ക് ഫാർമസികൾ, ബേക്കറികൾ, കോഫി ഷോപ്പുകൾ, ഫാഷൻ സ്റ്റോറുകൾ, കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്കുള്ള വലിയൊരു നിധിയാണ്. സ്ത്രീകളുടെ എണ്ണം കൂടുമ്പോൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന ബ്രാൻഡുകൾക്ക് ഇത് വലിയൊരു അവസരമാകും. എയർപോർട്ടുകൾ ഇതാണ് കൃത്യമായി ചെയ്യുന്നത്. അവർ ടിക്കറ്റ് വിറ്റല്ല, പകരം എയർപോർട്ടിനുള്ളിലെ കടകളിൽ നിന്നാണ് വലിയ ലാഭമുണ്ടാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം KSRTCക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. നിലവിൽ നമ്മൾ അത് വെറും ബസ് പാർക്ക് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. യാത്രക്കാരിൽ സ്ത്രീകളുടെ എണ്ണം കൂടുമ്പോൾ അവരെ ലക്ഷ്യമിടുന്ന വലിയ ബ്രാൻഡുകൾ ഇവിടെ കടകൾ തുടങ്ങാൻ കൂടുതൽ പണം നൽകി സ്ഥലം ലേലത്തിൽ പിടിക്കാൻ തയ്യാറാകും. ഏറ്റവും പെട്ടെന്ന് വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന വഴിയാണ് പരസ്യങ്ങൾ. ഇന്നത്തെ കാലത്ത് ബ്രാൻഡുകൾക്ക് സ്ത്രീകളിലേക്ക് നേരിട്ട് പരസ്യങ്ങൾ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ 60% മുതൽ 80% വരെ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ സ്ഥിരമായി പരസ്യം നൽകാൻ കഴിഞ്ഞാൽ ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ, ബാങ്കുകൾ, സ്വർണ്ണപ്പണയ കമ്പനികൾ, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ എന്നിവരെല്ലാം വലിയ തുക മുടക്കാൻ തയ്യാറാകും. ബസ്സിന് പുറത്ത് മാത്രമല്ല, ഉള്ളിലെ ഡിജിറ്റൽ സ്ക്രീനുകൾ വഴിയും QR കോഡ് ക്യാമ്പയിനുകൾ വഴിയും പരസ്യങ്ങൾ നൽകാം. ഓരോ റൂട്ടിലെയും യാത്രക്കാരുടെ സാമ്പത്തിക ശേഷി നോക്കി പരസ്യ നിരക്കുകൾ സർക്കാരിന് തന്നെ നിശ്ചയിക്കാം. ഇന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. ഈ ടിക്കറ്റ് തുക മുഴുവൻ സർക്കാർ തന്നെ വഹിക്കുന്നതിന് പകരം വലിയ ബാങ്കുകൾക്കോ ഇൻഷുറൻസ് കമ്പനികൾക്കോ വുമൺ മൊബിലിറ്റി പദ്ധതി സ്പോൺസർ ചെയ്യാനുള്ള അവസരം നൽകാം. പകരം അവർക്ക് ബസിന്മേൽ വലിയ ബ്രാൻഡിംഗ് അവകാശങ്ങളും CSR അംഗീകാരവും നൽകാം. CSR തുക KSRTC പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കും. യാത്രക്കാരുടെ എണ്ണം കൂടുമ്പോൾ AC ബസ്സുകൾ, എക്സ്പ്രസ് റൂട്ടുകൾ, മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്താം. ഇത്തരം പ്രീമിയം സർവീസുകളിൽ നിന്ന് വലിയ തുക ഈടാക്കി ആ ലാഭം ഉപയോഗിച്ച് സാധാരണ സൗജന്യ സർവീസുകളുടെ ചെലവ് കണ്ടെത്താം. എയർലൈൻസുകളിലും തിയേറ്ററുകളിലും എക്കണോമി ക്ലാസ് സീറ്റുകളുടെ കുറഞ്ഞ നിരക്ക് നികത്താൻ ബിസിനസ് ക്ലാസ് സീറ്റുകളിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കുന്ന തത്വം തന്നെയാണിത്. ഈ 4 കാര്യങ്ങളും, അതായത് കടകൾ, പരസ്യങ്ങൾ, സ്പോൺസർഷിപ്പ്, പ്രീമിയം സർവീസുകൾ എന്നിവ ടിക്കറ്റേതര വരുമാനങ്ങളാണ്. ഒരു സ്ത്രീ ബസ് കൂലി ഇനത്തിൽ 1000 രൂപ ലാഭിക്കുമ്പോൾ ആ പണം എവിടെയും അപ്രത്യക്ഷമാകുന്നില്ല. അത് നമ്മുടെ നാട്ടിലെ വിപണിയിൽ തന്നെയാണ് തിരിച്ചെത്തുന്നത്. അവർ ആ പണം ഉപയോഗിച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങും, കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കും, മരുന്ന് വാങ്ങും, അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യും. അതായത് ആ 1000 രൂപ നമ്മുടെ നാട്ടിലെ ചെറിയ കടക്കാരിലേക്കാണ് ചെല്ലുന്നത്. കടക്കാരൻ ആ പണം കൊണ്ട് പുതിയ സാധനങ്ങൾ വാങ്ങുന്നു, സപ്ലയർക്ക് പണം കിട്ടുന്നു. സപ്ലയർ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നു, അവർ അത് വീണ്ടും വിപണിയിൽ ചെലവഴിക്കുന്നു. ആ ഒരൊറ്റ 1000 രൂപ വിപണിയിൽ പലതവണ ചുറ്റിത്തിരിഞ്ഞ് വലിയൊരു സാമ്പത്തിക ഉണർവുണ്ടാക്കുന്നു. ഒരു സ്ത്രീക്ക് പുതിയൊരു ജോലി കിട്ടി മാസം 15,000 രൂപ വരുമാനമുണ്ടായാൽ അവർ വാങ്ങുന്ന വസ്ത്രങ്ങൾ, ഫോൺ റീചാർജ്, പലചരക്ക് സാധനങ്ങൾ തുടങ്ങി എല്ലാറ്റിനും GST ഉണ്ട്. അതായത് അവർക്ക് കൊടുത്ത സൗജന്യ ടിക്കറ്റിന്റെ ഒരു വലിയ ഭാഗം നികുതിയായി തന്നെ സർക്കാരിലേക്ക് തിരിച്ചെത്തും. കൂടുതൽ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മാർക്കറ്റുകളിലും ഓഫീസുകളിലും കോളേജുകളിലും വലിയ ചലനമുണ്ടാകും. സ്ത്രീകൾ ജോലിക്കിറങ്ങുന്നു എന്ന് വെച്ചാൽ പുരുഷന്മാർ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്നു എന്നല്ല അർത്ഥം. വിപണിയിൽ തൊഴിലാളികളുടെ ആകെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ആളുകൾക്ക് ജോലി ഉണ്ടാകുമ്പോൾ ബിസിനസ്സുകൾ വളരും, പുതിയ ആവശ്യങ്ങൾ വരും, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ സർക്കാർ ബസ്സിനു വേണ്ടി നടത്തുന്ന നിക്ഷേപം പല രീതികളിൽ വിപണിയിലൂടെ സർക്കാരിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഇതാണ് നിക്ഷേപത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ മാത്രം വ്യക്തമാകുന്നതായ സത്യം. ഈ പദ്ധതി ഒരു വിജയകരമായ നിക്ഷേപമാകുമോ അതോ വെറുമൊരു ബാധ്യതയായി മാറുമോ എന്നത് ഒരൊറ്റ കാര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് കൃത്യമായ നടത്തിപ്പ്. നടത്തിപ്പ് മോശമായാൽ ഈ പദ്ധതി വെറുമൊരു കടുത്ത സാമ്പത്തിക ബാധ്യത മാത്രമായി മാറും. കർണാടക ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ വലിയ മാറ്റങ്ങളുണ്ടായി. പക്ഷേ സർക്കാർ കൃത്യസമയത്ത് അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ടിക്കറ്റ് തുക തിരികെ നൽകിയില്ല. അത് കമ്പനിയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. നമ്മുടെ KSRTC ഇപ്പോൾ തന്നെ ഭീമമായ നഷ്ടത്തിലാണ് ഓടുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സൗജന്യ ടിക്കറ്റിന്റെ തുക സർക്കാർ കൃത്യസമയത്ത് KSRTCക്ക് നൽകിയില്ല എങ്കിൽ ഈ നിക്ഷേപ സ്വപ്നം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തകർന്നുപോകും. നമ്മുടെ KSRTC ബസ്സുകൾ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിലോ,
സമയത്തിന് വന്നില്ലെങ്കിലോ സ്ത്രീകൾക്ക് അവിടെ സുരക്ഷിതത്വം തോന്നിയില്ലെങ്കിലോ നമ്മൾ ഈ പറഞ്ഞ യാത്രക്കാരൊന്നും വരില്ല. യാത്രാക്കൂട്ടമില്ലെങ്കിൽ കടകളുമില്ല, പരസ്യങ്ങളുമില്ല, ഒരു സാമ്പത്തിക ലാഭവുമില്ല. എല്ലാറ്റിലുമുപരി സൗജന്യമായി കൊടുക്കുന്നത് ഒരു വലിയ ഔദാര്യമാണെന്ന മട്ടിൽ യാത്രക്കാരോട് മോശമായി പെരുമാറിയാൽ ഈ പദ്ധതി വളരെ പെട്ടെന്ന് തന്നെ പരാജയപ്പെടും. അതുകൊണ്ട് കൃത്യസമയത്ത് പണം നൽകുക, മികച്ച സേവനം ഉറപ്പാക്കുക, നല്ല പെരുമാറ്റം ശീലമാക്കുക, ഇവ മൂന്നും ഇല്ലെങ്കിൽ ഇത് പരാജയപ്പെടുമെന്ന് പ്രവചിച്ചവരുടെ വാക്കുകളാകും സത്യമാകാൻ പോകുന്നത്. ഇവിടെ ഒരു സ്ത്രീയെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ചിലവഴിക്കുന്ന പണമായി ഇതിനെ കണ്ടാൽ മതി. ചർച്ച ചെയ്യേണ്ടത് ഫ്രീ കൊടുക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നല്ല, മറിച്ച് ഈ ലക്ഷ്യം കൈവരിക്കാൻ നമ്മുടെ നാടിന് സാധിക്കുമോ എന്നാണ്. കൃത്യമായി നടപ്പിലാക്കിയാൽ അത് തീർച്ചയായും സാധിക്കും. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.